അടുത്തത് കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്ലേസ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ആ കോൺക്രീറ്റിനെ കോമ്പാക്റ്റ് ചെയ്യണം. കോമ്പാക്റ്റ് ചെയ്തിട്ട് അതിലുള്ള എയറൊക്കെ റിമൂവ് ചെയ്ത് അത് ഹൈ ഡെൻസിറ്റി കോൺക്രീറ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റാക്കി മാറ്റണം. അതാണ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്പെല്ലിങ് എൻട്രാപ്ഡ് എയർ ഫ്രം ദ കോൺക്രീറ്റ്. അതാണ് എൻട്രാപ്പ് ചെയ്ത് എയറിനെ റിമൂവ് ചെയ്യിക്കാണ് കോമ്പാക്ഷൻ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇഫ് ദ എയർ ഈസ് നോട്ട് റിമൂവ്ഡ് ഫുള്ളി ദ കോൺക്രീറ്റ് ലോസസ് സ്ട്രെങ്ത് കോൺസിഡറബിളി. എയറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കുറയും. ഓക്കെ, അപ്പോൾ കോമ്പാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഹാൻഡ് കോമ്പാക്ഷൻ, നമ്മൾ സ്മോൾ വർക്ക്സിനൊക്കെ ഹാൻഡ് കോമ്പാക്ഷൻ ചെയ്യും. ടാമ്പറിങ്ങോ റോഡിങ്ങോ അല്ലെങ്കിൽ റാമിങ്ങോ അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് വെച്ചിട്ട് ഹാൻഡ് കോമ്പാക്ഷൻ ചെയ്യും. പിന്നെ ഒന്ന് കോമ്പാക്ഷൻ ബൈ വൈബ്രേഷൻ ആണ് നെക്സ്റ്റ്. ഈ കോമ്പാക്ഷൻ ഹാൻഡ് കോമ്പാക്ഷൻ മെത്തേഡിനെ ഹാൻഡ് കോമ്പാക്ഷൻ നമ്മൾ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 തരത്തിൽ നമുക്ക് ഹാൻഡ് കോമ്പാക്ഷൻ ചെയ്യാം. ഫസ്റ്റ് വൺ റോഡിങ്, സെക്കൻഡ് വൺ റാമിങ്, തേർഡ് വൺ ടാമ്പിങ്. ഓക്കെ, ഈ വൈബ്രേറ്റർ എന്നുള്ളത് ഇങ്ങോട്ട് ഇൻറ്റേർണൽ വൈബ്രേറ്റർ, ഫോം വർക്ക് വൈബ്രേറ്റർ, ടേബിൾ വൈബ്രേറ്റർ, പ്ലാറ്റ്ഫോം വൈബ്രേറ്ററിൻ്റാണ് പോസ്റ്റ് മാറി കിടക്കുന്നത്. അത് മനസ്സിലാക്കാം. അപ്പോൾ റോഡിങ്, റാമിങ് ആൻഡ് ടാമ്പിങ് ആണ് ഹാൻഡ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോമ്പാക്ഷൻ ബൈ വൈബ്രേഷൻ ആണ് ഇൻറ്റേർണൽ വൈബ്രേറ്റർ, ഫോം വർക്ക് വൈബ്രേറ്റർ, ടേബിൾ വൈബ്രേറ്റർ ആൻഡ് പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ. 4 ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് കോമ്പാക്ഷൻ ബൈ വൈബ്രേഷനകത്ത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് ഹാൻഡ് കോമ്പാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, hand compaction is usually adopted for unimportant work and very small work of small magnitude. Also applied in such situation where large quantity of reinforcement is used which cannot be normally compacted by mechanical means. അത് ഹാൻഡ് കോമ്പാക്ഷൻ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് സ്മോൾ വർക്ക്സിന് അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻറ്റ് വർക്ക്സിനാണ്. എന്നാൽ നമ്മൾ ചില കേസിൽ പിന്നെ ചില സിറ്റുവേഷനിൽ അതായത് നമ്മൾ കോൺക്രീറ്റിനകത്ത് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. നമ്മൾ കുറേ കമ്പികൾ റീഇൻഫോഴ്സ്മെൻറ്റ് കുറേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ മെഷീനൊന്നും വെച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ റീഇൻഫോഴ്സ്മെൻറ്റ് ഇടയിലൂടെ മെഷീനൊന്നും വെച്ച് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹാൻഡ് കോമ്പാക്ഷൻ മെത്തേഡ് നമ്മൾ പ്രിഫർ ചെയ്യും. ഓക്കെ, ഹാൻഡ് കോമ്പാക്ഷൻ കൺസിസ്റ്റ് ഓഫ് റോഡിങ്, റാമിങ് ആൻഡ് ടാമ്പിങ്. ഹാൻഡ് കോമ്പാക്ഷൻ യൂഷ്വലി 3 ടൈപ്സ് ആണുള്ളത്: റോഡിങ്, റാമിങ് ആൻഡ് ടാമ്പിങ്. ഓക്കെ, when hand compaction is adopted the consistency of concrete is maintained at higher level. ഹാൻഡ് കോമ്പാക്ഷൻ ആണെങ്കിൽ കോൺക്രീറ്റിൻ്റെ കൺസിസ്റ്റൻസി ഹയർ ലെവൽ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഓക്കെ, thickness of the layer of concrete is limited to about 50 to 20 centimeter. കോമ്പാക്റ്റ് ചെയ്യുന്ന ഹാൻഡ് കോമ്പാക്ഷൻ വെച്ചിട്ട് നമുക്ക് കോമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന കോൺക്രീറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 50 to 20 സെൻറ്റിമീറ്റർ ഉള്ള ലെയറാണ് നമ്മൾ എന്ത് ചെയ്യുക കോൺക്രീറ്റിന് ഹാൻഡ് കോമ്പാക്ഷൻ വെച്ചിട്ട് കോമ്പാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹാൻഡ് കോമ്പാക്ഷനകത്ത് 3 മെത്തേഡ്സ് ഉണ്ട്: റോഡിങ്, റാമിങ് ആൻഡ് ടാമ്പിങ് നമ്മൾ പറഞ്ഞു. അൺഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി സ്മോൾ വർക്ക്സിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ലെയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 50 to 20 സെൻറ്റിമീറ്റർ ആയിരിക്കണം. നമുക്കിതിനകത്ത് ഓരോന്നും എന്താണെന്ന് നോക്കാം. റോഡിങ്ങും റാമിങ്ങും ടാമ്പിങ്ങും എന്താണെന്നൊക്കെ നോക്കാം. റോഡിങ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ റോഡ് നമ്മൾ എന്താ ചെയ്യുക, ഒരു സർക്കുലർ റോഡ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ പ്രതലത്തിൻ്റെ സർഫേസിൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ മൂവ് ചെയ്യിക്കുക. റോഡിങ് ഒരു സർക്കുലർ ഷേപ്പുള്ള റോഡ് വെച്ചിട്ട് നമ്മൾ റോഡിങ് എന്നാണ് അതിന് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ പോക്കിംഗ് ദ കോൺക്രീറ്റ് വിത്ത് അബൌട്ട് 2 meter long and 16 mm diameter rod to pack the concrete between the reinforcement and sharp corners and edge. അപ്പോൾ 2 meter ലെങ്ത്തും അതുപോലെ തന്നെ 16 mm ഡയമീറ്റർ ഉള്ള ഒരു റോഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോൺക്രീറ്റിനെ പോക്ക് ചെയ്യുക, അല്ലെങ്കിൽ കോൺക്രീറ്റിനെ കോമ്പാക്റ്റ് ചെയ്യുക. അതാണ് ചെയ്യുന്നത്. ഡൺ കണ്ടിന്യൂസ്ലി ഓവർ the complete area to effectively pack the concrete and drive away entrapped air. ഓക്കെ, അതാണ് റോഡിങ്. ഒരു 2 meter ലെങ്ത്തും 16 mm ഡയമീറ്ററുള്ള റോഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്യിക്കുക, പോക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് റാമിങ്. റാമിങ് എന്ന് പറയുന്നത് ലൈറ്റ് റാമിങ് ക്യാൻ ബി പെർമിറ്റഡ് ഇൻ അൺറീൻഫോഴ്സ്ഡ് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ഓർ ഇൻ ഗ്രൗണ്ട് ഫ്ലോർ കൺസ്ട്രക്ഷൻ. Ramming should not be permitted in case of reinforced concrete or in upper floor construction where concrete is placed in the formwork supported on strut. അതായത് റാമിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളൊരു റാമർ വെച്ചിട്ട് കോൺക്രീറ്റിനെ റാമർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇതാണ് റാമർ. ഇതാണ് റാമർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ റാമർ വെച്ചിട്ട്, റാമർ എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് പിടിക്കാനുള്ള ഒരു പോർഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഒരു കുറച്ച് വീതിയുള്ള ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ കുറച്ച് വീതിയുള്ളൊരു പോർഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഹാൻഡ് ഇവിടെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ
മുകളിലേക്കും താഴേക്കും ഇതിനെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുക. മീൻസ് അത് വെച്ചിട്ട് ഇങ്ങനെ കുത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വീതിയുള്ള പ്രതലമല്ലേ അതിൻ്റെ, അപ്പോൾ ആ വീതിയുള്ള പ്രതലം കൊണ്ട് ഇങ്ങനെ കുത്തുമ്പോൾ അത് കോമ്പാക്റ്റ് ചെയ്യും, അതിൻ്റെ എയറൊക്കെ എൻട്രാപ്പഡ് എയറൊക്കെ റിമൂവ് ചെയ്ത് പോകും. ഓക്കെ, അതാണ് റാമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് സർഫേസ്, അതായത് പേയ്മെൻറ്റ് ഇതിൻ്റെ കേസിലോ അല്ലെങ്കിൽ ലോവർ ഫ്ലോറിൻ്റെ പിന്നെ കൺസ്ട്രക്ഷൻ കേസിലോ, ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കൺസ്ട്രക്ഷൻ കേസിൽ, അതുപോലെ തന്നെ അൺറീൻഫോഴ്സ്ഡ് ഫൗണ്ടേഷൻ്റെ കേസിൽ, അതിനൊക്കെ കേസിലാണ് നമ്മൾ റാമിംഗ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റോഡിങ്. കണ്ട, ഇവിടെ റോഡ് കണ്ട, ആ റോഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ പിന്നെ മൂവ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്, റോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, റോഡ് വെച്ചിട്ട് നമ്മളതിനെ കോമ്പാക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, റോഡിങ് മൂവ് ചെയ്യിക്കുക, അല്ലെങ്കിൽ നമ്മളതിനിങ്ങനെ സ്ട്രോക്സ് കൊടുക്കുക, അതും നമുക്ക് പറയാം. ഇനി അടുത്തത് ടാമ്പിംഗ് ആണ്. ടാമ്പിംഗ് എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ദ യൂഷ്വൽ മെത്തേഡ് അഡോപ്റ്റ്. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ടാമ്പിംഗ് ആണ്. ടാമ്പിംഗ് കൺസിസ്റ്റ് ഓഫ് എ ബീറ്റിംഗ് ഓഫ് ടോപ്പ് സർഫേസ് ബൈ വുഡൻ ക്രോസ് ബീം ഓഫ് ക്രോസ് സെക്ഷൻ അബൌട്ട് 10x10 സെൻറ്റിമീറ്റർ. 10x10 സെൻറ്റിമീറ്റർ ഒരു വുഡൻ ക്രോസ് സെക്ഷൻ വെച്ചിട്ട് നമ്മൾ ടോപ്പ് സർഫേസിൽ ബീറ്റ് ചെയ്യുക, അടിക്കുക, അതാണ് ചെയ്യുന്നത്. സിൻസ് ടാമ്പിംഗ് ബാർ ഈസ് സഫീഷ്യൻ്റ്ലി it not only compact but also level the top surface across the entire width. ഓക്കെ, ടാമിങ്ങും റാമിങ്ങും നമ്മൾ വ്യത്യാസം. റാമിംഗ് എന്ന് വെച്ചാൽ കുറച്ച് വീതിയുള്ളൊരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ റാം ചെയ്യുന്നത്, ബീറ്റ് ചെയ്യുന്നത്, അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്നത്. ടാമ്പിംഗ് ആണെങ്കിൽ ടാമ്പിംഗ് റോഡ് നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടാമ്പിംഗ് റോഡ് വുഡൻ ക്രോസ് സെക്ഷനാണ് പറയുന്നത്. 10x10 സെൻറ്റിമീറ്ററുള്ള വുഡൻ ക്രോസ് സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ടാമ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് ലെവൽ ചെയ്യാനും കൂടി അതിന് ഹെൽപ്പ് ചെയ്യും സർഫേസിന്. അതാണ് 3 ടൈപ്സ് ഓഫ് ഹാൻഡ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് കോമ്പാക്ഷൻ ബൈ വൈബ്രേറ്റർ. കോമ്പാക്ഷൻ ബൈ വൈബ്രേറ്റർ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഹൈ മാഗ്നിറ്റ്യൂഡ് വർക്ക്സിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ വൈബ്രേറ്റഡ് കോൺക്രീറ്റ് വിത്ത് ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വിൽ ഹാവ് മെനി അഡ്വാൻറ്റേജസ് ഓവർ ദ ഹാൻഡ് കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് വിത്ത് ഹയർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ഓക്കെ, കോമ്പാക്റ്റഡ് വൈബ്രേഷൻ മെത്തേഡാണ് നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ വൈബ്രേഷൻ എങ്ങനെയൊക്കെ നമുക്ക് വൈബ്രേഷൻ കോമ്പാക്ഷൻ ബൈ വൈബ്രേഷൻ ചെയ്യാമെന്ന് നോക്കുന്നത്. അതിൽ തന്നെ കുറേ ടൈപ്സ് ഉണ്ട്, നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് വൺ ഇൻറ്റേർണൽ വൈബ്രേറ്റർ. ഇൻറ്റേർണൽ വൈബ്രേറ്ററിനെ നമ്മൾ നീഡിൽ വൈബ്രേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഇമേർഷൻ വൈബ്രേറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ പോക്കർ വൈബ്രേറ്റർ എന്ന് നമുക്ക് പറയാം ഇൻറ്റേർണൽ വൈബ്രേറ്ററിന്. ഓക്കെ, ഈ ഇൻറ്റേർണൽ വൈബ്രേറ്ററാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന വൈബ്രേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ കണ്ട ഇവിടെ ഫിഗർ ഉണ്ടോ, അപ്പോൾ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ റീൻഫോഴ്സ്മെൻ്റ് ഉള്ളിലേക്ക് ഈ ഒരു പമ്പ് പോലത്തെ ഇൻറ്റേർണൽ ഒരു പിൻ പോലുള്ള സംഭവം അതിനുള്ളിലേക്ക് ഡ്രൈവ് ഓൺ ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് വൈബ്രേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ പവർ യൂണിറ്റ് മേ ബി ഇലക്ട്രിക്കലി ഡ്രിവൺ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ പെട്രോൾ എഞ്ചിൻ. ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ വാരീസ് അപ് ടു 12,000 cycle of vibration per minute. ബിഗർ നീഡിൽസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് മാസ് കോൺക്രീറ്റ്. നീഡിൽ വെച്ചിട്ടാണ്, നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. മാസ് കോൺക്രീറ്റിൻ്റെ കേസിൽ ബിഗർ സൈസ് നീഡിൽസാണ് യൂസ് ചെയ്യുക. ഓക്കെ, sometimes the arrangements are available such that needle can be replaced by a blade of approximately the same length. This blade facilitates vibration of member where due to congested reinforcement the needle would not go in but in blade can effectively vibrate. അപ്പോൾ റീൻഫോഴ്സ്മെൻറ്റ് കൺജസ്റ്റഡ് ആണെങ്കിൽ, റീൻഫോഴ്സ്മെൻറ്റ് അടുത്തടുത്താണ് റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്തെങ്കിൽ അതിൻ്റെ കേസിൽ നീഡിൽ മാറ്റിയിട്ട് നമ്മൾ ബ്ലേഡ് യൂസ് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി പോർട്ടബിൾ and can be shifted from place to place. ഓക്കെ, അതാണ് നീഡിൽ വൈബ്രേറ്റർ. നീഡിൽ ഷേപ്പ്ഡ് ഇത് വെച്ചിട്ട് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഫോം വൈബ്രേറ്റർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വൈബ്രേറ്റർ എന്ന് നമുക്ക് പറയാം. ഫോം വൈബ്രേറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ കോൺക്രീറ്റിംഗ് കോളംസ്, തിൻ വാൾസ് ഓർ ഇൻ കാസ്റ്റിംഗ് ഓഫ് പ്രീകാസ്റ്റ് യൂണിറ്റ്. പ്രീകാസ്റ്റ് യൂണിറ്റിൻ്റെ കേസിലോ അല്ലെങ്കിൽ കോളത്തിൻ്റെ കേസിലോ അല്ല തിൻ വാളിൻ്റെ ഒക്കെ കോൺക്രീറ്റിൻ്റെ കേസിലാണ് നമ്മൾ ഫോം വൈബ്രേറ്റേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വൈബ്രേറ്റേഴ്സ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഈ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫോം വർക്കിൻ്റെ എക്സ്റ്റേണൽ വോളിൽ, ഫോം വർക്കിൽ ഷട്ടറിങ് ചെയ്തിട്ടില്ലേ അതിൻ്റെ എക്സ്റ്റേണൽ വോളിലാണ് നമ്മൾ ഈ വൈബ്രേറ്റർ അതിൻ്റെ മെഷീൻ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. മെഷീൻ ഈസ് ക്ലാംപ്ഡ് ഓൺ ദ എക്സ്റ്റേണൽ wall surface of the formwork. Vibration is given to the formwork so that the concrete will vicinity of the shutter get vibrated. അപ്പോൾ അങ്ങനെ എക്സ്റ്റേണൽ വാളിൽ മെഷീൻ പ്ലേസ് ചെയ്യും, എന്നിട്ട് ഈ ഫോം വർക്കിനാണ് നമ്മൾ വൈബ്രേഷൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഫോം വർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള കോൺക്രീറ്റും വൈബ്രേറ്റ് ചെയ്തിട്ട് എയർ എക്സ്പെൽ ആവും. This method of vibrating concrete is particularly useful and adopted where reinforcement, lateral ties and spaces interface too much with the internal vibrator. ഓക്കെ, ഇൻറ്റേർണൽ വൈബ്രേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണ് നമ്മൾ
ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. യൂസ് ഓഫ് ഫോം വർക്ക് വൈബ്രേറ്റർ വിൽ പ്രൊഡ്യൂസ് എ ഗുഡ് ഫിനിഷ് ടു ദ കോൺക്രീറ്റ് സർഫേസ്. Since the vibration is given to the concrete indirectly through the formwork, they consume more power and the efficiency of external vibrator is lower than the efficiency of internal vibrator. അതായത് എക്സ്റ്റേണലി ആണ് നമ്മൾ വൈബ്രേഷൻ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ നമ്മൾ നീഡിൽസ് യൂസ് ചെയ്തിട്ട് ഇൻറ്റേർണൽ വൈബ്രേഷൻ യൂസ് ചെയ്തിട്ടോ കിട്ടുന്ന അത്ര എഫിഷ്യൻസി ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ് മോർ പവർ കൺസ്യൂം ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേബിൾ വൈബ്രേറ്റർ ആണ്. ടേബിൾ വൈബ്രേറ്റർ എന്ന് പറയുന്നത് ദിസ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഫോം വൈബ്രേറ്റർ where the vibrator is clamped on the table or table is mounted on spring which are vibrated, transferring the vibration of the table. They are commonly used for vibrating concrete cubes. Any article kept on the table get vibrated. This is adopted mostly in the laboratories and in making small but precise prefabricated RCC members. ടേബിൾ വൈബ്രേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫോം വൈബ്രേറ്ററിൻ്റെ വേറൊരു ടൈപ്പാണ്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് നമ്മൾ ലാബോറട്ടറി ടെസ്റ്റിങ്ങിലൊക്കെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോൺക്രീറ്റിൻ്റെ ക്യൂബ്സിനെ വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിന് ടേബിൾ ഫോം ഉണ്ടാവും. ആ ടേബിളിൻ്റെ മേലെ നമ്മൾ ഫിലിം മൗൾഡ് ചെയ്ത് കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബ്സോ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് ആ ക്യൂബ് കൂടി വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ കോമ്പാക്റ്റ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ടേബിൾ വൈബ്രേറ്റർ. ഇനി നെക്സ്റ്റ് വന്നാണ് എന്താണ് പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ എന്ന് പറയും. പ്ലാറ്റ്ഫോം ആണെങ്കിൽ പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ is nothing but a table vibrator, but it is in large size. This is used in the manufacture of large prefabricated concrete elements such as electrical poles, railway sleepers, prefabricated roofing elements, etc. ടേബിൾ വൈബ്രേറ്റർ പോലെ തന്നെ, പക്ഷേ ടേബിൾ വൈബ്രേറ്ററിനേക്കാളും കുറച്ചുകൂടി വലിയ ടേബിൾ ഫോമിലുള്ള ലാർജ് സൈസുള്ള വൈബ്രേറ്ററാണ് നമ്മൾ പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് ടേബിൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റും വൈബ്രേറ്റ് ചെയ്തിട്ട് കോമ്പാക്ഷൻ നടക്കും. ഓക്കെ, അതാണ് പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ. ഇനി ഡ്യൂറേഷൻ ഓഫ് വൈബ്രേഷൻ എത്ര കൊടുക്കണമെന്നാണ്. ന്യൂ ഫില്ലിംഗ് ഷാൾ ബി വൈബ്രേറ്റഡ് വൈൽ ദ കോൺക്രീറ്റ് ഈസ് പ്ലാസ്റ്റിക് ബിഫോർ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. കോൺക്രീറ്റ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന് മുൻപേ അതെന്തായിരിക്കണം, അത് വൈബ്രേഷൻ കൊടുക്കണം നമ്മൾ കോൺക്രീറ്റിന്. അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈബ്രേഷൻ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. The duration of vibration in each position of insertion is depends upon the height of the layer, the size and characteristic of vibrator and the workability of concrete mix. Okay, it is better to insert the vibrating head at a number of places than to leave it for a long time in one place. Okay, അതായത് കോൺക്രീറ്റ് നമ്മൾ വൈബ്രേഷൻ ഒരു സ്ഥലത്ത് തന്നെ കുറേ സമയം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് കുറേ സ്ഥലത്തായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും എഫിഷ്യൻസി കൂടുതലുണ്ടാവാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അങ്ങനെ പ്ലേസിങ് കഴിഞ്ഞു. ദെൻ അതിൽ എയർ ബബിൾസ് നമ്മൾ റിമൂവ് ചെയ്തു, വൈബ്രേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പാണ് ക്യൂറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂറിങ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കോൺക്രീറ്റിൻ്റെ സർഫേസിൽ നമ്മൾ വാട്ടർ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കോൺക്രീറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള വാട്ടർ ഉണ്ടാവില്ല, വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടറില്ലേ, അപ്പോൾ അതിന് ഇവാപ്രേഷൻ സംഭവിക്കും അല്ലേ. അത് എക്സ്പോസ് ചെയ്ത് വെക്കുമ്പോൾ അതിന് ഇവാപ്രേഷൻ നടക്കുമ്പോൾ എന്താണ്, അതിനകത്തുള്ള വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ കോൺക്രീറ്റിലെ ഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഹൈഡ്രേഷൻ പ്രോസസ്സ് നടന്നാലേ കോൺക്രീറ്റിന് സ്ട്രെങ്ത്ത് വരുള്ളൂ അല്ലേ. കോൺക്രീറ്റ് സ്ട്രെങ്ത്തിൻ്റെ മെയിൻ റീസൺ അതിൻ്റെ ഹൈഡ്രേഷനാണ്. അപ്പോൾ ഹൈഡ്രേഷന് വാട്ടർ വേണം. അതിനകത്തുള്ള വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഹൈഡ്രേഷൻ നടക്കുന്നത്. പക്ഷേങ്കിൽ ഈ കോൺക്രീറ്റ് എക്സ്പോസ് ചെയ്യുമ്പോൾ എന്താണ്, ഈ കോൺക്രീറ്റ് ഒക്കെ ഇവാപ്രേറ്റ് ചെയ്ത് പോകും. അങ്ങനെ ഇവാപ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കിട്ടില്ല. അപ്പോൾ വാട്ടർ ഇല്ലാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഹൈഡ്രേഷൻ നടക്കില്ല, കോൺക്രീറ്റ് ഹാർഡൻ ചെയ്യില്ല, അതായത് കോൺക്രീറ്റിന് സ്ട്രെങ്ത്ത് കിട്ടില്ല, കോൺക്രീറ്റ് ഹാർഡൻ ചെയ്യുകയില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് വേണം, അതിന് വേണ്ടിയിട്ടുള്ള ഈ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്ന വാട്ടറിന് പകരമായിട്ട് നമ്മൾ എക്സ്റ്റേണൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വാട്ടർ കോൺക്രീറ്റിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കോൺക്രീറ്റിൻ്റെ മുകളിൽ നമ്മൾ വാട്ടർ കൊടുക്കുന്നതിനെയാണ്, വാട്ടർ സ്പ്രെഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. കോൺക്രീറ്റ് ഡിറൈവ് ഇറ്റ് സ്ട്രെങ്ത് ബൈ ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് പാർട്ടിക്കിൾസ്. ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് സാറ്റിസ്ഫാക്ടറി മോയ്സ്ചർ കണ്ടൻറ്റ് ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ ഇൻ കോൺക്രീറ്റിൽ സാറ്റിസ്ഫാക്ടറി മോയ്സ്ചർ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ബാലൻസിങ്ങിനുമാണ് നമ്മൾ മെയിൻലി നമ്മൾ ക്യൂറിങ് ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദ പീരിയഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ പ്ലേസ്മെൻറ്റ്, so that hydration of cement may continue till the desired properties are developed to sufficient
ഡിഗ്രി ടു മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ സർവീസ്. ഓക്കെ, അങ്ങനെ മോയ്സ്ചർ കണ്ടൻറ്റും അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഫേവറബിൾ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഹൈഡ്രേഷൻ നടക്കുകയുള്ളൂ. ഹൈഡ്രേഷൻ നടന്നാലേ കോൺക്രീറ്റിന് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ക്യൂറിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ക്യൂറിങ് എന്ന് പറയുന്നത് കോൺക്രീറ്റിങ്ങിൻ്റെ സമയത്ത്, കോൺക്രീറ്റിങ്ങിൽ. ഓക്കെ, ക്യൂറിങ്ങിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യൂറിങ്ങിന് യൂഷ്വലി നമ്മൾ 3 മെത്തേഡ്സാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വാട്ടർ ക്യൂറിങ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മെംബ്രൈൻ ക്യൂറിങ്, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് സ്റ്റീം ക്യൂറിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വാട്ടർ ക്യൂറിങ് തന്നെ നമ്മൾ വെള്ളം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൽ തന്നെ കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വാട്ടർ ക്യൂറിങ്ങിൻ്റെ മെത്തേഡ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ടർ ക്യൂറിങ്ങിലെ ഫസ്റ്റ് വൺ ഇമേർഷൻ ആണ്. ഇമേർഷൻ എന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ്സ് വാട്ടറിനകത്ത് ഇമേഴ്സ് ചെയ്ത് വെക്കാം. നമ്മൾ ബ്ലോക്സ് ഒക്കെയാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ മുകളിൽ അത് വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുക. നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇമേർഷനാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. ക്യൂറിങ്ങിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യൂബ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച എന്താണ് ബീം, നമ്മൾ എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ബീം ക്യൂബാണെങ്കിൽ ക്യൂബ്സ് നമ്മൾ വാട്ടറിനകത്ത് ഇമേഴ്സ് ചെയ്ത് വെക്കും. ഓക്കെ, the precast concrete items are normally immersed in curing tank for a certain duration. പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പ്രീകാസ്റ്റ് ചെയ്ത കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ക്യൂറിങ്ങിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇമേർഷൻ മെത്തേഡാണ്. അത് ക്യൂറിങ്ങിൻ്റെ ടാങ്കിൽ, അതായത് ക്യൂറിങ് ടാങ്കിൽ ഇതിനകത്ത് നമ്മൾ ഇമേഴ്സ് ചെയ്ത് വെക്കും. ഓക്കെ, നെക്സ്റ്റ് പോണ്ടിങ്, അതിനൊരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇമേഴ്സ് ചെയ്തൊക്കെ ഉണ്ടാകും, ബ്ലോക്സ് ഉണ്ടാകും കോൺക്രീറ്റിൻ്റെ, നമ്മളിങ്ങനെ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പോണ്ടിങ്. പോണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ വീട്ടിൻ്റെ മുകളിലൊക്കെ നമ്മൾ നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെ സിമെൻറ്റും പിന്നെ ഇതൊക്കെ വെച്ചിട്ട് മോട്ടറാക്കിയിട്ട് അതിങ്ങനെ വണ്ട് കെട്ടുക എന്നൊക്കെ പറയും. ഇങ്ങനെ വണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ കണ്ട ഇതാണ് സെക്കൻഡ് വൺ. ഇവിടെ കണ്ട് ഇങ്ങനെ കോൺക്രീറ്റിന് ഇങ്ങനെ വണ്ട് കെട്ടിയിരിക്കുന്നത്, ഇങ്ങനെ വണ്ട് കെട്ടി ഇങ്ങനെ ഹൊറിസോണ്ടൽ വെട്ടിക്ക് ഇങ്ങനെ വണ്ട് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറച്ച് കൊടുക്കും. നമ്മളെ വീട്ടിലൊക്കെ യൂഷ്വലി നമ്മൾ കോൺക്രീറ്റ് ചെയ്താൽ അങ്ങനെയാണ് ചെയ്യുക, റൂഫിലൊക്കെ ഇങ്ങനെ നിറച്ച് കൊടുക്കും. അതിനാണ് പോണ്ടിങ് എന്ന് പറയുന്നത്. പോണ്ട് പോലെ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് സ്ലാബ്, റൂഫ് സ്ലാബ് എക്സെട്ര ആർ കവേർഡ് അണ്ടർ വാട്ടർ ബൈ മേക്കിംഗ് സ്മോൾ പോൺസ്. ഇതാണ് സംഭവം. ഓക്കെ, പോണ്ടിങ്. ആൻഡ് തേർഡ് വൺ ആണ് സ്പ്രേയിങ് ഓർ ഫോഗിങ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ റീറ്റെയിനിങ് വാൾസ് ഓർ പ്ലാസ്റ്റേർഡ് സർഫേസ് ഓർ കോൺക്രീറ്റ് കോളം എക്സെട്ര ആർ ക്യൂർഡ് ബൈ സ്പ്രേയിങ് വാട്ടർ. സ്പ്രേയിങ് അല്ലെങ്കിൽ ഫോഗിങ് എന്ന് വെച്ചാൽ നമ്മൾ സ്പ്രേ ചെയ്യുക. നമ്മൾ വെർട്ടിക്കൽ കോൺക്രീറ്റ് സെക്ഷനാണ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ വോളോ വെർട്ടിക്കൽ കോളംസോ അല്ലെങ്കിൽ റിട്ടൈനിങ് വോളോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കോൺക്രീറ്റ് ചെയ്താൽ അവിടെ നമുക്ക് ഈ പോണ്ടിങ്ങോ ഇമേഴ്ഷനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് വെറ്റ് കവറിങ്. വെറ്റ് കവറിങ് എന്ന് പറയുന്നത് ജൂട്ടിൻ്റെ അതായത് നമ്മുടെ ചാക്ക് എന്നൊക്കെ പറയില്ല, ജൂട്ടിൻ്റെ മാറ്റിങ്ങോ അല്ലെങ്കിൽ ജൂട്ടിൻ്റെ ബാഗ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ ഗണ്ണി ബാഗ്സ് അല്ലെങ്കിൽ ജൂട്ട് ബാഗ്സ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മുകളിൽ അത് നനച്ചിട്ട് വാട്ടറിൽ നനച്ചിട്ട് വെറ്റ് ജൂട്ട് ബാഗ്സ് നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് കൊടുക്കും. അതാണ് ഇവിടെ ചെയ്യേണ്ട. ഇത് കണ്ട ബാഗ്സ് ജൂട്ട് നമ്മുടെ ചാക്ക് എന്ന് പറയില്ല, അതിങ്ങനെ വെള്ളത്തിൽ നനച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Wet covering such as wet gunny bags, Hessian cloth, jute matting, straw etc. are warped to vertical surface for keeping the concrete wet. For horizontal surface, sawdust, earth or sand are used as a wet covering. നമ്മൾ അധികം വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള സ്ഥലത്താണ് നമ്മൾ പൊതുവേ ഈ വെറ്റ് കവറിങ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെള്ളം അധികം കിട്ടാത്ത സ്ഥലത്ത് വെറ്റ് കവറിങ്. അപ്പോൾ 4 മെത്തേഡാണ് നമ്മൾ വാട്ടർ ക്യൂറിങ്ങിലുള്ളത്. ഫസ്റ്റ് വൺ ഇമേർഷൻ, നെക്സ്റ്റ് ഈസ് പോണ്ടിങ്, ആൻഡ് തേർഡ് വൺ സ്പ്രേയിങ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് വെറ്റ് കവറിങ്. ഇനി അടുത്ത മെത്തേഡാണ് മെംബ്രെയിൻ ക്യൂറിങ്. മെംബ്രെയിൻ ക്യൂറിങ് എന്ന് പറയുന്നത് നമ്മുടെ sometimes concrete blocks works are carried out in a place where there is acute shortage of water. അതായത് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ആ ടൈമിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ മെംബ്രെയിൻ ക്യൂറിങ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, for this reason concrete could be covered with a membrane which is efficiently seal off evaporation of the water from the concrete. അപ്പോൾ നമ്മൾ മെയിൻ ക്യൂറിങ് കൊടുക്കുന്നത് കോൺക്രീറ്റിനുള്ള വാട്ടറിൻ്റെ ഇവാപ്പറേഷൻ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വാട്ടർ ഷോർട്ടേജ് ഉള്ള സ്ഥലത്ത്, സ്കേഴ്സിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെംബ്രെയിൻ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്യുക കോൺക്രീറ്റിനെ, ഇതിൻ്റെ ഇവാപ്പറേഷൻ തടയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സീൽ ഓഫ് ചെയ്യുക കോൺക്രീറ്റിനെ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് the application of membrane
or a sealing compound after a short spell of water curing for 1 or 2 days, sometimes beneficial. Sometimes the material that can be used for this purpose, bituminous compound, polythene or polyester film, waterproof paper, rubber compound, etc. അപ്പോൾ മെംബ്രെയിൻ ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പോളിയസ്റ്റർ യൂസ് ചെയ്യുക, പോളിയസ്റ്റർ ഫിലിം, അല്ലെങ്കിൽ പോളിയെത്തിലീൻ, അല്ലെങ്കിൽ ബിറ്റുമിനസ് കോമ്പൗണ്ട്, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് പേപ്പറോ റബ്ബർ കോമ്പൗണ്ട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെംബ്രെയിൻ നമുക്ക് അതിൻ്റെയൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് മെംബ്രെയിൻ ക്യൂറിങ് നടത്താൻ പറ്റും. ഓക്കെ. ആൻഡ് തേർഡ് വൺ ആണ് നമ്മളെന്ത് സ്റ്റീം ക്യൂറിങ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ്, അല്ലെങ്കിൽ സ്റ്റീം ക്യൂറിങ് നമ്മൾ പറയുന്നത്. Development of strength of concrete is a function of not only but also that of temperature. Okay, when concrete is subjected to high temperature, it accelerates the hydration process, resulting in faster development of the strength. Concrete cannot be subjected to dry heat to accelerate the hydration process, as the presence of moisture is also an essential requisite. So steam curing is adopted. അതായത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് ഹൈഡ്രേഷൻ പ്രോസസ്സ് ഹൈഡ്രേഷൻ പ്രോസസ്സ് പെട്ടെന്ന് നടന്നിട്ട് എന്താണ് സ്ട്രെങ്ത് കൂടും കോൺക്രീറ്റിൻ്റെ. ഓക്കെ. പിന്നെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ നമ്മൾ നീരാവി വെച്ചിട്ട് നമ്മൾ അതിനെ ക്യൂറിങ് നടത്തുന്നു. ഓക്കെ. ഇറ്റ് ഹാസ് ബീൻ ട്രൈഡ് ഫോർ ഇൻസിറ്റു കൺസ്ട്രക്ഷൻ ബൈ ഫോമിങ് എ സ്റ്റീം ജാക്കറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടാർപോളിൻ ഓർ തിക്ക് പോളിയെത്തിലീൻ ഷീറ്റ്. പോളിയെത്തിലീൻ ഷീറ്റോ അല്ലെങ്കിൽ ടാർപോളിനോ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റീം ക്യൂറിങ് ചെയ്യുന്നത്. സ്റ്റീം മേ ബി അപ്ലൈഡ് ഐദർ കണ്ടിന്യൂസ്ലി ഓർ ഇൻ്റർമീഡിയറ്റ്ലി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റീം ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് സ്റ്റീം ക്യൂറിങ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ. ടു ആക്സിലറേറ്റ് ദ ഹൈഡ്രേഷൻ ടേക്ക് പ്ലേസ് അറ്റ് accelerated hydration take place at this higher temperature, and the concrete product attain at 28 days strength of normal concrete in about 3 days. അപ്പോൾ ഈ സ്റ്റീം ക്യൂറിങ് നടത്തുന്നതുകൊണ്ട് അതിൻ്റെ ഹൈഡ്രേഷൻ പ്രോസസ്സ് ആക്സിലറേറ്റ് ചെയ്യും. അങ്ങനെ ഹൈഡ്രേഷൻ പ്രോസസ്സ് പെട്ടെന്ന് തന്നെ സ്ട്രെങ്ത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഹൈഡ്രേഷൻ പ്രോസസ്സ് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 28 days സ്ട്രെങ്ത്ത് നോർമൽ കോൺക്രീറ്റിന് 28 days സ്ട്രെങ്ത്ത് ഈ സ്റ്റീം ക്യൂർഡ് കോൺക്രീറ്റിന് 3 days കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാർജ് കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ കേസിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് ഒക്കെ നമുക്ക് പിന്നെ ക്യൂർ ചെയ്യേണ്ട സമയത്തൊക്കെയാണ് നമ്മൾ ഈ മെംബ്രെയിൻ ക്യൂറിങ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് അടുത്ത സ്റ്റെപ്പ് ഫിനിഷിംഗ് ആണ്. ഫിനിഷിംഗ് എന്ന് പറയുന്നത് കോൺക്രീറ്റിങ്ങിൻ്റെ പ്ലേസിങ്ങിൽ അല്ലെങ്കിൽ കോൺക്രീറ്റിങ്ങിൻ്റെ പ്രിപ്പറേഷനിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫിനിഷിംഗ്. ഓപ്പറേഷൻ ഈസ് ദ ലാസ്റ്റ് ഓപ്പറേഷൻ ഇൻ മേക്കിംഗ് കോൺക്രീറ്റ്. ഫിനിഷിംഗ് ഓപ്പറേഷൻ ഈസ് ലാസ്റ്റ് ഓപ്പറേഷൻ. Finishing in real sense does not apply to all concrete operation. For a beam concreting, finishing may not be applicable, whereas for the concrete road pavement, air-filled pavement, or for flooring or a domestic building, careful finishing is of great importance. അപ്പോൾ നമ്മൾ ക്യൂർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ യൂഷ്വൽ കോൺക്രീറ്റ് ബീമിൻ്റെയോ അതിൻ്റെ കാസ്റ്റിങ്ങിന് സ്ലാബിൻ്റെയോ കോളത്തിൻ്റെ കാസ്റ്റിങ് നമുക്ക് ഫിനിഷിങ് വേണ്ട. എന്നാൽ നമ്മൾ ഫ്ലോറിൻ്റെ കാസ്റ്റിങ് അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫിനിഷിംഗ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഫിനിഷിങ് ചെയ്യണം. ഫ്രെയിം വർക്ക് ഫിനിഷസ്. Concrete takes up the shape of the form by careful preparation of framework, proper mix design and good workmanship. Smooth surface can be achieved. Prefabricated unit can be produced to fine finish. Okay. Framework finishes അതാണ് ഫ്രെയിംവർക്ക് ഫിനിഷസ് എന്ന് പറയുന്നത്. പിന്നെ സർഫസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കോൺക്രീറ്റിൻ്റെ ഇപ്പോൾ ഒരു പേയ്മെൻ്റ് ഒക്കെ കേസിലാണെങ്കിൽ ആ പേയ്മെൻറ്റ് കോൺക്രീറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സർഫേസ് റഫാക്കണം. അപ്പോൾ റഫാക്കാൻ വേണ്ടി നമ്മൾ ഫിനിഷ് ചെയ്യണം, റഫ് ഫിനിഷിങ് കൊടുക്കണം. അതൊക്കെയാണ് സർഫേസ് ഫിനിഷിങ്ങിൽ വരുന്നത്. ടൈപ്പ് ഓഫ് സർഫേസ് ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പർപ്പസ് ഓഫ് വിച്ച് കോൺക്രീറ്റ് സർഫേസ് ഇസ് ടു ബി യൂസ്ഡ്. അതായത് നമ്മൾ ഏതിനാണ് നമ്മുടെ യൂസ് എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ് ആ കോൺക്രീറ്റ് സർഫേസിൻ്റെ, അതിനനുസരിച്ചിട്ട് സർഫേസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ഓക്കെ. അതാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. പേയ്മെൻറ്റ് സർഫേസ് ഷുഡ് ബി പ്ലെയിൻ but with sufficient roughness to exhibit skid resistance. The concrete after leveling is shocked, broomed or patched to make the surface rough. Okay. അതാണ് ഫിനിഷിങ്ങിലെ സ്റ്റെപ്പ്. അടുത്തതാണ് അപ്ലൈഡ് ഫിനിഷസ്. നമുക്ക് അപ്ലൈ ചെയ്യാം കോൺക്രീറ്റിനകത്ത്. എക്സ്റ്റീരിയർ സർഫേസ് ഓഫ് കോൺക്രീറ്റ് എലിമെൻറ്റ് ക്യാൻ ബി മോഡിഫൈഡ് ടു ഗിവ് പ്ലസൻറ്റ് ലുക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് അതിൽ അപ്ലൈ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ. അതാണ് അപ്ലൈഡ് ഫിനിഷസ് എന്ന് പറയുന്നത്. റഫാക്കാം, ക്ലീൻ ചെയ്യാൻ, വെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ മറ്റേ പെബിൾസും മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ
കോൺക്രീറ്റിൻ്റെ സർഫേസ് ഭംഗി എസ്തെറ്റിക് അപ്പീലിന് വേണ്ടി ചെയ്യുന്നില്ല, അതൊക്കെ നമ്മൾ ഈ ഫിനിഷിങ് പ്രോസസ്സിലാണ് വരുന്നത്. ഓക്കെ, കണ്ടോ ഇവിടെ കണ്ടോ, ഇത് റഫ് കാസ്റ്റിംഗ്, റഫ് കാസ്റ്റ് ഫിനിഷിൽ ഇവിടെ ഇങ്ങനെ പെബിൾസ് ഒക്കെ വെച്ചിട്ട് പെബിൾ ഡാൻസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളെ കോൺക്രീറ്റിങ്ങിൻ്റെ പ്ലേസിങ്ങിനകത്ത് നമുക്ക് പഠിക്കാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ ഫസ്റ്റ് പോർഷനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നോട്ട്സ് എഴുതിയെടുക്കാം. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്തൊന്നും ഫിഗറൊന്നും വരക്കണ്ട, ജസ്റ്റ് പോയിൻറ്റ്സ് എഴുതിയെടുക്കാം, മനസ്സിലാക്കിയാൽ മതി. എക്സാമിന് ചോദിക്കുമ്പോൾ പിന്നെ എക്യുപ്മെൻ്റൊക്കെ ഫിഗർ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് വരച്ചെടുക്കാം. ഓക്കെ.